ഒരു വെറൈറ്റി ഫിഷ് മസാലയുടെ റെസിപ്പിയായിട്ടാണ് ഷെയർ ചെയ്യുന്നത്. അതിനായിട്ട് ഞാനിവിടെ 1 കിലോ ടൂണ ഫിഷാണ് എടുത്തിട്ടുള്ളത്. ഇത് മാരിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കാശ്മീരി പൗഡറും മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിനുള്ള ഉപ്പും ഒന്ന് സ്പ്രിങ്കിൾ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഇത് 15 മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കുക. ഇനി ചൂടായ പാനിലേക്ക് 4 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ച് ഈ ഫിഷ് ഒന്ന് ഫ്രൈ ചെയ്യാം. 5 മിനിറ്റ് കഴിഞ്ഞാൽ ഇതൊന്ന് മറിച്ചിട്ട് കൊടുക്കുക. അങ്ങനെ 2 സൈഡും കുക്കായി വന്നാൽ അത് എടുത്ത് മാറ്റി വെക്കാം. ഇനി ഈ സെയിം ഓയിലിലേക്ക് 3 മീഡിയം സൈസ് ചെറുതാക്കി ചോപ്പ് ചെയ്തിട്ടുള്ള വെള്ളുള്ളി ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് സോട്ട് ചെയ്തെടുക്കുക. അതൊന്ന് വഴന്ന് വന്നാൽ 2 ടേബിൾ സ്പൂൺ കാശ്മീരി പൗഡർ ഇട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കാം. ഇനി ഇതിലേക്ക് 2 മീഡിയം സൈസ് തക്കാളി ഇട്ട് കൊടുക്കാം. ഞാനിവിടെ തക്കാളി ജ്യൂസ് ആക്കിയിട്ടാണ് ആഡ് ചെയ്യുന്നത്. അതൊന്ന് കുക്കായി വന്നാൽ ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ആഡ് ചെയ്യാം. ശേഷം ആവശ്യത്തിനുള്ള ഉപ്പും 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1 ടേബിൾ സ്പൂൺ ക്യുമിൻ പൗഡർ, 1 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടേബിൾ സ്പൂൺ ചിക്കൻ മസാല ഇതെല്ലാം ആഡ് ചെയ്ത് ഒരു 2 മിനിറ്റ് മൂടി വെച്ച് വേവിച്ചെടുക്കുക. ഇനി ഇതിലേക്ക് 5 ടേബിൾ സ്പൂൺ സ്വീറ്റ്ലെസ് ആഡ് ചെയ്ത് അതൊന്ന് മിക്സ് ആക്കിയതിന് ശേഷം ഒരു ഫുൾ ക്യാപ്സിക്കം ഇട്ട് കൊടുക്കുക. ക്യാപ്സിക്കം ഒരു ഹാഫ് കുക്ക് ആയാൽ തന്നെ ഇതിലേക്ക് 200 ഗ്രാം ഫ്രഷ് ക്രീം ആഡ് ചെയ്യാം. ഞാനിവിടെ പക്കിൻ്റെ ഫ്രഷ് ക്രീമാണ് എടുത്തിട്ടുള്ളത്. ഇനി ഈ ക്രീം ഒന്ന് ചൂടായി വന്ന ശേഷം ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള ഫിഷ് ഇട്ട് കൊടുത്ത് ഒരു 5 മിനിറ്റ് ലോ ഫ്ലെയിമിലിട്ട് ഒന്ന് വേവിച്ചെടുക്കുക. അവസാനമായി ചെറുതാക്കി ചോപ്പ് ചെയ്തിട്ടുള്ള മല്ലിയിലയും 1 ടേബിൾ സ്പൂൺ ബട്ടർ ഇട്ട് കൊടുക്കുക. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഫിഷ് മസാലയാണിത്. അപ്പോൾ ഇത് ചപ്പാത്തിൻ്റെ ഒപ്പം പൊറോട്ടൻ്റെ ഒപ്പം ഒക്കെ നല്ല ബെസ്റ്റ് കോമ്പിനേഷനാണ്. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് ഫീഡ്ബാക്ക് അറിയിക്കുക.